A+Ruവിലേക്ക് സ്വാഗതം. സർക്കാർ പ്രഖ്യാപിച്ച പെർമിറ്റ് ഫീസിൻ്റെ ഇളവുകൾ പഞ്ചായത്തിൽ എത്രയാണ് വരുത്തിയിട്ടുള്ളതെന്നും മുനിസിപ്പാലിറ്റിയിൽ എത്രയാണ് വരുത്തിയിട്ടുള്ളതെന്നും മുമ്പ് 2 എപ്പിസോഡുകൾ വിവരിച്ചിരുന്നു. ഇന്ന് കോർപ്പറേഷനിൽ ആ വർധനവ് എങ്ങനെയൊക്കെ ബാധകമാകും എന്നുള്ളതാണ് വിവരിക്കുന്നത്. ഈ അടുത്ത മാസം 1-ാം തീയതി മുതൽ പുതിയ പെർമിറ്റ് ഫീസാണ് നിലവിൽ വരിക. നേരത്തെ വൻ ഫീസ് ഉണ്ടായിരുന്നു. സർക്കാർ അടിച്ചേൽപ്പിച്ച ആ പെർമിറ്റ് ഫീസിനെ കുറിച്ച് വ്യാപകമായ പ്രതിഷേധം വന്നിട്ടൊന്നും സർക്കാർ അന്ന് കുലുങ്ങിയില്ല. പക്ഷേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന തിരിച്ചടി കിട്ടിയതിനു ശേഷം സർക്കാരിന് പല കാര്യങ്ങളിലും ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അഥവാ സർക്കാരിനെ ജനങ്ങൾ ബോധ്യപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം തിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ മേഖലകളിലാണ് എന്നുള്ളത് മാത്രമാണ് കണ്ടറിയാനുള്ളത്. എന്തായാലും ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൊടുക്കും എന്ന് പറഞ്ഞു നിർത്തി. അതുപോലെ പെർമിറ്റ് ഫീസ് പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. നേരത്തെ ഈ പെർമിറ്റ് ഫീസ് അധികമായി അടച്ചവർക്ക് ഓൺലൈനിൽ ആയി തന്നെ അത് തിരിച്ചു കിട്ടും. അത് സംബന്ധിച്ച് വിശദമായ വിവരം വന്നാൽ ഉടൻ ഈ ചാനലിൽ അത് വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്ത് നമുക്ക് അത് തുക ലഭിക്കും. നേരിട്ട് തുക തരികയില്ല. നേരത്തെ അടച്ചവരുടെ കാര്യമാണ്. തദ്ദേശ സ്ഥാപനമാണ് അത് നമ്മളിൽ നിന്നും വാങ്ങിയത്. സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ നമുക്ക് തിരിച്ച് നൽകുകയും ചെയ്യും. അപ്പോൾ നേരത്തെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പഞ്ചായത്തും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇന്ന് കോർപ്പറേഷനിൽ പുതിയ നിലവിൽ വന്ന പെർമിറ്റ് ഫീസ് എത്രയാണെന്നും അതിൽ എത്രയാണ് നിലവിലുണ്ടായിരുന്നത്, എത്രയാണ് കുറവ് വരുത്തിയത്, എത്ര ശതമാനമാണ് അക്കാര്യത്തിൽ കുറവ് വരുത്തിയത് എന്നുള്ള കാര്യവും പറയാം. ഇതിൽ ആദ്യം നോക്കേണ്ടത് 4 സ്ലാബുകൾ ഉണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. 4 സ്ലാബുകൾ എന്ന് പറഞ്ഞാൽ താമസത്തിനുള്ള കെട്ടിടങ്ങൾ, വ്യവസായ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ, വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ, മറ്റുള്ള കെട്ടിടങ്ങൾ. അങ്ങനെയാണ് ഈ ബിൽഡിംഗ് റൂൾസിനകത്ത് കെട്ടിടങ്ങളെ സ്ലാബുകളായി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ കോർപ്പറേഷനിൽ താമസിക്കുന്നതിനുള്ള കെട്ടിടത്തിന് ഈ 81 സ്ക്വയർ മീറ്റർ മുതൽ 150 സ്ക്വയർ മീറ്റർ വരെയാണെങ്കിൽ എത്രയാണെന്ന് നോക്കാം. അത് സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ 871.88 സ്ക്വയർ ഫീറ്റ് മുതൽ 1614.59 സ്ക്വയർ ഫീറ്റ് വരെയുള്ളതാണ് ഇപ്പോൾ വിവരിക്കുന്ന താമസ ആവശ്യത്തിലുള്ള കെട്ടിടങ്ങൾ. അത് സ്ക്വയർ മീറ്ററും സ്ക്വയർ ഫീറ്റും പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. അപ്പോൾ സ്ക്വയർ മീറ്റർ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനിൽ താമസിക്കുന്നതിനുള്ള കെട്ടിടത്തിന് നിലവിൽ 100 രൂപ ഉണ്ടായിരുന്നത് 40 രൂപയായി കുറവ് വരുത്തിയിട്ടുണ്ട്. 60% ഇക്കാര്യത്തിൽ കുറവ് വന്നിട്ടുള്ളത്. വ്യവസായ ആവശ്യത്തിലുള്ള കെട്ടിടങ്ങൾക്കാണെങ്കിൽ കോർപ്പറേഷനിൽ നിലവിൽ 1 സ്ക്വയർ മീറ്ററിന് 120 രൂപ മുതൽ 120 രൂപയാണ് ഉണ്ടായിരുന്നത്. അത് 50 രൂപയായി കുറവ് വരുത്തിയിട്ടുണ്ട്. 58.33% വരെ കുറവ് വന്നിട്ടുണ്ട്. ഇനി അത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ ആണെങ്കിൽ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ 100 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇനി നമ്മൾ 60 രൂപ അടച്ചാൽ മതി. 40% കുറവ് അക്കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് കെട്ടിടങ്ങളാണെങ്കിൽ നിലവിൽ സ്ക്വയർ മീറ്ററിന് കോർപ്പറേഷനിൽ 100 രൂപ വാങ്ങിയിരുന്ന സ്ഥാനത്ത് ഇനി 50 രൂപ നമ്മൾ നൽകിയാൽ മതി. 50% കുറവ് അക്കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത സ്ലാബിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ സ്ലാബുകളാണ് പറയുന്നത്. ഓരോ സ്ക്വയർ മീറ്റർ അടിസ്ഥാനത്തിലുള്ള സ്ലാബുകളാണ് ഞാൻ പറയുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു 150 മീറ്റർ സ്ക്വയർ വരെയുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇനി 151 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ. അങ്ങനെ പറയുമ്പോൾ അത് സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിലാണെങ്കിൽ 1614.50 സ്ക്വയർ ഫീറ്റ് മുതൽ 3229.17 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള ബിൽഡിങ്ങിനാണ് ഇനി ഞാൻ വിവരിക്കുന്നത്. അതിന് സ്ക്വയർ മീറ്റർ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വീടുകൾക്കാണെങ്കിൽ 150 രൂപ നിലവിലുള്ളത് 70 രൂപയായി കുറവ് വരുത്തിയിട്ടുണ്ട്. 53.3% കുറവ് അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഇനി വ്യവസായ അടിസ്ഥാനത്തിലുള്ള കെട്ടിടങ്ങളാണെങ്കിൽ നിലവിൽ സ്ക്വയർ മീറ്ററിന് 150 രൂപ ഈടാക്കിയ സ്ഥാനത്ത് ഇനി മുതൽ 70 രൂപ നമ്മൾ നൽകിയാൽ മതിയാകും. 53.33% കുറവ് സർക്കാർ അതിൽ വരുത്തിയിട്ടുണ്ട്. ഇനി വാണിജ്യാവശ്യത്തിലുള്ള കെട്ടിടങ്ങൾ ആണെങ്കിൽ നിലവിൽ സ്ക്വയർ മീറ്ററിന് 150 രൂപ എന്നുള്ളത് 70 രൂപയായി കുറവ് വരുത്തിയിട്ടുണ്ട്. 53.33% അക്കാര്യത്തിൽ വന്നിട്ടുള്ള കുറവ്.
ഇനി ഈ വാണിജ്യാവശ്യമാണെങ്കിൽ നോക്കാം, അത് 170 രൂപ സ്ക്വയർ മീറ്ററിനായിരുന്നത് ഇനി 100 രൂപ നൽകിയാൽ മതിയാകും. അതിൽ 41.17% കുറവ് സർക്കാർ വരുത്തിയിട്ടുണ്ട്. മറ്റുള്ള കെട്ടിടമാണെങ്കിൽ 150 രൂപ നിലവിൽ ഈടാക്കിയിരുന്ന സ്ഥാനത്ത് ഇനി നമ്മൾ 80 രൂപ അടച്ചാൽ മതിയാകും പെർമിറ്റ് ഫീസിന്. അങ്ങനെ 46.66% കുറവ് സർക്കാർ വരുത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ 300 സ്ക്വയർ മീറ്റർ വരെയുള്ള കാര്യം ഞാൻ പറഞ്ഞത് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ. ഇനി 300 സ്ക്വയർ മീറ്ററിന് മുകളിൽ, അതായത് 3229.17 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടം, അതും അതിൻ്റെ മുകളിൽ വരുന്നതും അതിനേക്കാൾ കൂടുതലും വരുന്ന കെട്ടിടങ്ങൾക്ക് ഇനി വീട്ടാവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ താമസിക്കുന്നതിന് വേണ്ടിയുള്ള കെട്ടിടങ്ങൾ ആണെങ്കിൽ അതിന് നിലവിൽ 200 രൂപ സ്ക്വയർ മീറ്ററിനായിരുന്ന സ്ഥാനത്ത് ഇനി 150 രൂപ കൊടുത്താൽ മതി. അത് 25% കുറവ് സർക്കാർ വരുത്തിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഈ വ്യവസായ ആവശ്യത്തിലുള്ള ബിൽഡിംഗ് ആണെങ്കിൽ സ്ക്വയർ മീറ്ററിന് 200 രൂപ എന്നത് 150 രൂപയായി കുറവ് വരുത്തിയിട്ടുണ്ട്. 25% കുറവാണ് അക്കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത്. അടുത്ത് ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വാണിജ്യാവശ്യത്തിലുള്ള കെട്ടിടങ്ങളാണെങ്കിൽ നിലവിൽ 300 രൂപ അടക്കേണ്ട സ്ഥാനത്ത് ഇനി 150 രൂപ പകുതി അടച്ചാൽ മതി. അത് കാരണം 50% കുറവ് ആണെന്ന് നമുക്ക് പറയാം. മറ്റുള്ള കെട്ടിടങ്ങളാണെങ്കിൽ നിലവിൽ 300 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ളതാണ് ഞാൻ പറയുന്നത്. നിലവിൽ ഒരു സ്ക്വയർ മീറ്ററിന് 200 രൂപയാണ് മറ്റുള്ള കെട്ടിടങ്ങൾക്ക് ഈടാക്കിയിരുന്നത്. ഇനി അത് നമ്മൾ 100 രൂപയായിട്ട് നമുക്ക് നൽകിയാൽ മതിയാകും. 60% ആണ് അക്കാര്യത്തിൽ വന്നിട്ടുള്ള വർധനവ്. അത് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ഒരു കറക്ഷൻസ് ഉണ്ട്. മറ്റുള്ള കെട്ടിടങ്ങൾക്ക് നിലവിൽ സ്ക്വയർ മീറ്ററിന് 200 രൂപ എന്നുള്ളത് കുറവ് വരുത്തിയിട്ടുള്ളത് 120 രൂപയാണ് സ്ക്വയർ മീറ്ററിന് എന്നുള്ളതാണ്. 40% കുറവാണ് അക്കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ആഗസ്റ്റ് മുതൽ നമുക്ക് ഈ കുറവുകൾ പ്രകാരമുള്ള പെർമിറ്റ് ഫീസ് അടച്ചാൽ മതിയാകും. ആപ്ലിക്കേഷൻ ഫീസിൽ ഇതുവരെ സർക്കാർ ഇളവുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നും കൂടി ഓർക്കുക. എന്തായാലും ഏറ്റവും മാരകമായിരുന്ന ഒന്നായിരുന്നു പെർമിറ്റ് ഫീസിൻ്റെ ഒരു വലിയ വർധനവ്. ആ വർധനവിൻ്റെ ആനുപാതികമായിട്ടുള്ള കുറവ് എന്തായാലും വരുത്തിയിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. നല്ല കാര്യങ്ങളെ നല്ലത് എന്ന് തന്നെ പറയണം. തിരുത്തുകയാണെങ്കിൽ തിരുത്തി എന്നുള്ളതിന് നമ്മൾ തീർച്ചയായും നല്ല മാർക്ക് കൊടുക്കുകയും വേണം. തിരുത്തുക എന്നുള്ള തെറ്റുണ്ടാകാം. തെറ്റുകൾ അത് സമയബന്ധിതമായി തിരുത്താനുള്ള ആർജവത്വത്തിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യം എന്ന് പറയുന്നത്. എവിടെയാണ് മനുഷ്യൻ തിരുത്താൻ തുടങ്ങുന്നത് അന്ന് മുതൽ അവൻ നല്ല മനുഷ്യനായി മാറുമെന്ന് അരിസ്റ്റോട്ടിൽ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ തിരുത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സൂചനകൾ നല്ലതാണ്. ഇനിയും പലതും തിരുത്താൻ ഉണ്ട്, അതും കൂടി ചെയ്യണേ എന്നുള്ള അപേക്ഷ കൂടി ഉണ്ട്. അതാണെങ്കിൽ ഞങ്ങൾ പൊതുജനങ്ങൾക്ക് അത് വലിയ സന്തോഷകരമായ കാര്യമായിരിക്കും. ഈ ചാനൽ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ ചായ്വുകളൊന്നുമില്ല. ആര് നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയും, ആര് തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തെന്നും പറയും. അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും ആരും കാണേണ്ടതില്ല. ഇതിൻ്റെ പോളിസിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ആ നല്ല കാര്യം ചെയ്തതിന് സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ വിമർശിക്കുകയും ചെയ്യും. യാതൊരു സംശയവും വേണ്ട, അത് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ചിലത് ഇപ്പോൾ വരുന്നുണ്ട്, ചില സൂചനകൾ, വിമർശിക്കാനുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ സേവന മേഖലകളിൽ വർധനവ് വരുത്താൻ വേണ്ടി പുതിയൊരു തീരുമാനം വന്നിട്ടുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ പറയാം. എന്തായാലും ഒരു സന്തോഷത്തിൻ്റെ കൂടെ ഇനി അതുകൂടി പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. എന്തായാലും ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത്തരം വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇക്കാര്യത്തിലുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തണം. കാരണം ഇതെല്ലാം തന്നെ ഞാൻ സൂചിപ്പിക്കാറുണ്ട്. എത്തേണ്ട ചെവികളിൽ എത്തി എന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയും. കാരണം ഈ ചാനൽ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, സർക്കാരിൻ്റെ പ്രിയോറിറ്റികളിൽ വ്യത്യാസം വന്നതാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതിൽ ജനങ്ങൾക്കുള്ള വെറുപ്പ് വന്നു തുടങ്ങിയതെന്ന് പലവട്ടം പല എപ്പിസോഡുകളിൽ ഞങ്ങൾ പറഞ്ഞു. പ്രിയോറിറ്റിയിൽ വന്നിട്ടുള്ള മാറ്റം, പാവങ്ങൾക്ക് പ്രിയോറിറ്റി കൊടുക്കാതെ സർക്കാർ ആ സെക്ടറിൽ നിന്നും മാറി സർക്കാർ മേറെ ചില മേഖലകളിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ വന്ന അപജയത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായി പല എപ്പിസോഡിൽ, എസ്പെഷ്യലി ലൈഫ് പെൻഷനുമായി ബന്ധപ്പെട്ട എപ്പിസോഡിൽ ഞങ്ങൾ പല ആവർത്തി പറഞ്ഞു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയോറിറ്റി തെറ്റി. ഇപ്പോൾ സർക്കാർ തന്നെ
സമ്മതിക്കുന്നു, ശരിയാണ്, പ്രിയോറിറ്റിയിൽ തെറ്റുവന്നു, ജനങ്ങളെ മാറ്റി നിർത്തി ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം മറ്റ് പല കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ പോയി എന്ന് സർക്കാരും സർക്കാരിൻ്റേതായ ഫോറങ്ങളും പൊളിറ്റിക്കൽ ഫോറങ്ങൾ വരെ ഇപ്പോൾ അടിവരയിട്ട് സമ്മതിക്കുന്നു. എന്തായാലും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ സന്തോഷം, സ്നേഹം, നന്ദി.